മൻ സോമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാനിൽ നല്ല ഈമാനോടെ, ഇത് അല്ലാഹ് നിർദ്ദേശിച്ചതാണ്, അത് നമ്മളെ ഈമാൻ. അതോടൊപ്പം പടച്ചോൻ ഇതിന് പ്രതിഫലം തരും, അവന്റെ പൊരുത്തം മാത്രം. ഇത് രണ്ടും ലക്ഷ്യം വെച്ച് നമ്മൾ റമളാനിലെ നോമ്പെടുത്താൽ അതിന്റെ ഫലം എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കൽബിന്ന് ദോഷത്തിന്റെ കറകളെ ചുരണ്ടി മാറ്റി ആത്മസംസ്കരണം നേടിത്തരും. അപ്പൊ റമളാൻ സംസ്കരിക്കുന്നത് അങ്ങനെ. ഈ നോമ്പ് കഴിയുമ്പോഴേക്ക് നമ്മളെ ദോഷങ്ങളൊക്കെ അങ്ങനെ കഴുകി കഴുകി ചുരണ്ടി ചുരണ്ടി കളയാണ്. അങ്ങനെ ആത്മസംസ്കരണം നേടാൻ പോവാണ്. ഇനി നോക്കൂ നിങ്ങൾ, അതിൻ്റെ പുറമെ വലിയ കൂലിയുള്ള ഇബാദത്താണ് നോമ്പ്. അള്ളാഹിന്റെ റസൂല് പറയുന്നുണ്ട്, മൻ സോമ ലില്ലാഹി യൗമൻ ബഅദഹുല്ലാഹു 70 ഖരീഫം മിനന്നാർ. പടച്ചവന് വേണ്ടി ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ നരകത്തിൽ നിന്ന് 70 കൊല്ലത്തെ ദൂരം അള്ളാഹു അവനകറ്റി കൊടുക്കും. എത്ര നരകത്തിൽ നിന്ന് അകലുന്നുവോ അത്രയും സ്വർഗത്തിലേക്ക് അടുക്കുമെന്നാണ്. അസ്സൗമു ജുന്നത്തും മിനന്നാർ. നോമ്പ് എന്ന് പറയുന്നത് നരകത്തെ തൊട്ടുള്ള ഒരു കവചമാണ്, ഒരു പരിചയാണ്. നരകത്തിലേക്ക് മറഞ്ഞു വീഴാതിരിക്കാൻ നമ്മളെ തടസ്സം നിൽക്കുന്ന ഇബാദത്താണ് നോമ്പ്. ആ വിധത്തിൽ അള്ളാഹു നമ്മളെ നോമ്പ് കബൂൽ ചെയ്യുമാറാകട്ടെ. റമളാനിൽ നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ ഒരു കർമ്മ പദ്ധതി എന്താണ്? അത് റമളാനിലെ തറാവീഹ് നിസ്കാരാണ്. നബി തങ്ങൾ പറയുന്നുണ്ട്, വസനന്തു ലക്കും ഖിയാമ ഫറളല്ലാഹു അലൈക്കും സിയാമ. നോമ്പിനെ അള്ളാഹ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകമായ റമളാനിലെ നിസ്കാരം ഞാൻ സുന്നത്താക്കി. അതിനെയാണ് തറാവീഹ് എന്ന് പിൽക്കാലത്ത് പേരിട്ട് വിളിച്ചത്. തറാവീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമങ്ങൾ എന്നാണ്. സ്വഹാബത്ത് 4 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം വിശ്രമിക്കും, പിന്നെ 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ വിശ്രമിക്കും. ഇങ്ങനെയാണ്. അപ്പൊ ബഹുവചനാണ് തറാവീഹ് എന്നുള്ളത്. അതെന്നെ പറഞ്ഞു തരുന്നുണ്ട് തറാവീഹ് 8 റക്അത്തല്ല. കാരണം ബഹുവചനത്തിന് ഏറ്റവും ചുരുങ്ങി എത്ര വിശ്രമമാണ്? 3 വിശ്രമമാണ്. 8 റക്അത്താന്ന് പറഞ്ഞാൽ പിന്നെ ആകെ എത്ര ഉണ്ടാവുള്ളൂ? ഒരു വിശ്രമം കഴിഞ്ഞതിന് പോക്കല്ലുണ്ടായാല്. അപ്പൊ ആ പേര് തന്നെ അവരെ റക്അത്തിന്റെ എണ്ണത്തെ ഗണ്ണിക്കുന്നുണ്ട്. 20 റക്അത്താണ് തറാവീഹ്. സ്വഹാബത്ത് അങ്ങനെയാണ് നിസ്കരിച്ചത്. കാനൂ യഖൂമൂന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബി ബി20 റക്അ. ഉമർ ഖത്താബ് തങ്ങളുടെ കാലത്ത് 20 റക്അത്താണ് സ്വഹാബിമാർ നിസ്കരിച്ചത്. ബാക്കി മുഴുവൻ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് നിസ്കരിച്ചത് 20ആണ്. 4 മദ്ഹബിലും 20ൽ കുറഞ്ഞ തറാവീഹില്ല. പിന്നെ അവിടെ ഒരു പുതിയ ഗവേഷണം നടത്തി അത് 8ഉം വട്ടപ്പൂജ്യം ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് റമളാനിലെ സ്പെഷ്യലാ. മാത്രമല്ല സ്വർഗത്തിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് നടത്താനുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗവും കൂടിയാണ്. അപ്പൊ നമ്മൾ അതിൽ ഒരു ദിവസം ഒഴിവായി പോകുക എന്നുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാണ് ഇന്ത്യൻ ഗവൺമെന്റ്. അതിന് ഒരു തീയതി പറഞ്ഞിട്ടുണ്ട്, അന്ന് തന്നെ അവിടെ ഹാജറാവണം, അവസാന തീയതി വരേക്കും അതിലുണ്ടാവണം. അതിൻ്റെ അടുക്ക് ഒരു കല്യാണം വന്നു, ഒരു നിശ്ചയം വന്നു എന്ന് പറഞ്ഞിട്ട് ആട്ട് പോയാൽ ഓനെ സൈന്യത്തിൽ കിടക്കൂല എന്നതുപോലെയാണ് തറാവീഹ്. 2 ദിവസം കൂടി പിന്നില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എവിടെ ദൂരത്തേക്ക് പോവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഈ ഇവിടെ പരിപാടി ഉണ്ടാവും ബദൽ കുബറിന്റെ അന്ന് ഇങ്ങോട്ട് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ തറാവീഹിന് ഇവിടെ എത്താനുള്ള രീതിയിൽ യാത്ര ക്രമീകരിക്കണം. അതല്ലെങ്കിൽ പോരുന്ന വഴിയിൽ എവിടെ വെച്ചാണോ തറാവീഹ് കിട്ടുക പ്ലാൻ ചെയ്യണം. റമളാന്റെ സ്പെഷ്യൽ നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട് വേറെ ഒന്നിനു പോകരുത്. അത് നമ്മൾ നല്ല ശ്രദ്ധ ഉണ്ടാവണം. ഇബാദത്തുകളിൽ ഓരോ സമയത്ത് നിശ്ചയിച്ചതിന് അതിന്റെ പ്രാധാന്യം കൊടുക്കണം. അതിന്റെ ഫലം എന്ത് തന്നെയാണ്? മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആത്മാവിന്റെ സംസ്കരണമാണ്, ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്, പാപങ്ങളെ മായ്ച്ചു കളയലാണ്. അതിലൂടെ നമ്മളെ ഹൃദയം ശുദ്ധമാകുന്നു. പിന്നെ റമളാനിൽ നമ്മളോട് കൽപ്പിച്ച മറ്റൊരു പ്രധാന ഇബാദത്ത് നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കലാണ്. അതൊരു ചെറിയ ഇബാദത്തല്ല. മുത്തുനബി പറയുന്നു, മൻ ഫത്തറ സ്വാഇമാ കാന മഗ്ഫിറത്തൻ ലിദുനൂബി വഇത്ഖ റഖബതിഹി മിനന്നാർ വകാന ലഹു അജ്റുഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഅ. ഒരു നോമ്പുകാരനെ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ 3 തരത്തിലുള്ള പ്രതിഫലമാണ്.
ഒന്നാമത്തത് കാന മഗ്ഫിറത്തല്ലിദുനൂബി, അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ അത് കാരണമാകും, അത് ആത്മീയ വിശുദ്ധി കൈവരിക്കും. 2 റഖബ, അവന്റെ നരകവിമോചനം അതിലൂടെ സാധ്യമാകും. 3-മത്തേത് എത്ര ആളുകൾ അവന്റെ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറന്നോ അത്രയും ആളുകളുടെ നോമ്പിന്റെ കൂലി ഇവന് കിട്ടും, അവരുടേത് ഒരു തരിമ്പും കുറക്കാതെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ റമളാനിൽ ഒരു 100 ആളുകളെ നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിഞ്ഞാൽ അത്രയും ആളുകളുടെ നോമ്പിന്റെ കൂലി നമുക്ക് കിട്ടും, ഓൾറെഡി കുറയില്ല. ഇതാണ് റമളാനിൽ ചുളുവിൽ നേട്ടം കൊയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. നമ്മളെ വീട്ടിലൊക്കെ ഇത് നടത്താം. ഓരോ ദിവസവും ഓരോരുത്തരെ വിളിച്ചാൽ 30 ദിവസം 30 ആളാവും. പിന്നെ നമ്മളെ വിരുന്നുകാർ വരുന്ന ദിവസം കുറച്ചുകൂടി ആളെ വിളിച്ച് ഒരു 50 ആക്കുക. നമ്മളെ നാട്ടിലെ പള്ളിയിലൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ നോമ്പോർ. ചെറിയ ചെലവിൽ 50 ആളൊക്കെ ഒന്നിച്ച് നോമ്പർപ്പിക്കാൻ പറ്റും. ഈ ജാമിഉൽ ഫുത്തുവിൽ വമ്പിച്ച തുറണ്ട്. നിങ്ങൾ ഇന്നും സിറാജിൽ പരസ്യം കണ്ടിട്ടുണ്ടാവും. ഇവിടെ നോമ്പുറപ്പിക്കാനുള്ള സുവർണാവസരമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇവിടുന്ന് നോമ്പ് തുറന്നു പോകുന്നുണ്ട്. നബിതങ്ങൾ ഇതിങ്ങനെ പറയാണ്. അപ്പൊ സ്വഹാബത്തിന് ഇങ്ങനെ ആഗ്രഹം. സദസ്സിന്ന് പാവങ്ങൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു ബിഹി സ്വായിം, നബിയെ ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും ഇതുപോലെ ഭക്ഷണം എത്തിക്കുന്ന ആളുകളല്ല. നോമ്പ് തുറന്ന് കൂലി നേടാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടാൻ എന്താണ് മാർഗം? അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യുഅത്തില്ലാഹു ഹാദ സവാബ്, ഈ പറഞ്ഞ 3 പ്രതിഫലവും അള്ളാഹു കൊടുക്കും. 1 കാരക്കച്ചുള കൊടുത്ത് നോമ്പ് തുറപ്പിച്ചവനും 1 അറക്ക് പാല് കൊടുത്ത് തുറപ്പിച്ചവനും, അതുമില്ലാഞ്ഞിട്ട് 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താണോ നോമ്പ് തുറപ്പിച്ചത്, അവനും ഈ പറഞ്ഞ 3 കൂലിയും ലഭിക്കും. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ അർത്ഥം ഇല്ലാത്തവൻ ഉള്ളത് കൊണ്ട് നോമ്പ് ഉറപ്പിക്കാന്ന്. പൊരയിൽ വിളിച്ച് നോമ്പ് ഉറപ്പിക്കാൻ മാത്രമൊന്നും ഓൻ്റെ അടുത്തൊന്നുമില്ലല്ലേ, സൗകര്യമില്ല. അങ്ങനത്തെ ഒരാള് പള്ളിയിൽ മഗ്‌രിബിന് ജമാഅത്തിന് പോകുമ്പോൾ ആ പീടിയെന്ന് 1 പാക്ക് ഈത്തപ്പഴെങ്കിലും വാങ്ങി ഇങ്ങനെ വന്നാ ഒന്ന് നോമ്പുറക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ, അതുകൊണ്ടാണോ ഒരു നോമ്പുകാരൻ നോമ്പുറക്കണമെങ്കിൽ നമ്മളെ നിയ്യത്ത് പോലെ ഈ കൂലി നമുക്കും കിട്ടും. ഇത് പറഞ്ഞ് നബി തങ്ങൾ അവസാനിപ്പിച്ചില്ല. അവിടുന്ന് ഒരു വാക്കുകൂടെ പറഞ്ഞു, മൻ അശ്ബഅ സ്വായിമാ സഖാഹുല്ലാഹു മിൻ ഹൗലി ലാ യൽമഉ ബഅദഹു അബദാ. ആരെങ്കിലും ഒരു നോമ്പുകാരന് വിശപ്പ് മാറുവോളം ഭക്ഷണം നൽകി നോമ്പ് തുറപ്പിച്ചാൽ എന്റെ ഹൗലുൽ കൗസർ അല്ലാഹു അവനെ കുടിപ്പിക്കും. പിന്നെ മരണം സ്വർഗത്തിലെത്തുന്നത് വരെ അവന് ദാഹമുണ്ടാവില്ല. ഇതൊരു വലിയ നേട്ടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിൽ പാപം പൊറുപ്പിച്ച് നമ്മളെ ആത്മീയ ശുദ്ധീകരണത്തിനും നരകവിമോചനത്തിനും പുണ്യങ്ങൾ ധാരാളമായി കൊയ്തെടുക്കാനും പറ്റിയ ഏറ്റവും നല്ല ഇബാദത്തുകളിലൊന്ന് അത് ഈ നോമ്പ് തുറപ്പിക്കലാണ്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. റമളാൻ തീർന്നിട്ട് തിരിഞ്ഞു നോക്കിയാൽ പിന്നെ നമുക്ക് അവസരം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖിന്റെ വാതിൽ തുറന്നു നൽകുമാറാകട്ടെ. റമളാനിൽ നമുക്ക് പുണ്യം കൊയ്യാൻ പറ്റിയ മറ്റൊരേറ്റവും പ്രധാനപ്പെട്ട സംഗതി പരിശുദ്ധ ഖുർആനിന്റെ